ഹായ് അസ്സലാമു അലൈക്കും. ഇതെൻ്റെ മക്കൾ രണ്ടുപേരും രാവിലെ മദ്രസയിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. എന്നെ വെയിറ്റ് ചെയ്തുള്ള നിൽപ്പാണ്. ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകുന്നത്. പകുതി വരെ ഞാൻ കൊണ്ടാക്കും. അങ്ങനെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരാൾ പെട്ടെന്ന് വീട്ടിലോട്ട് ചാടി കയറി. എന്താ പാത്തുമോളേന്ന് ഞാൻ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മച്ചി ബിസ്മിയും പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ടുള്ള ചിരിയാണ് അത്. അങ്ങനെ മുമ്പോട്ട് നടന്നപ്പോഴത്തേനും നല്ല വെയിൽ. 9 മണി കഴിഞ്ഞതേ ഉള്ളെങ്കിലും കണ്ട ഒരു 12 മണിയുടെ ലുക്കാണ്. അത്രയ്ക്ക് വെയിലുണ്ട്. അങ്ങനെ മുമ്പോട്ട് നടന്നു വന്നപ്പോഴത്തേനും രണ്ടുപേരും കുട എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരാൾ കുട എടുക്കണം, ഒരാൾ കുട എടുക്കണ്ട എന്നുള്ള ചർച്ചയിലൊക്കെയാണ് നടന്നു വരുന്നത്. റോഡിലോട്ട് പോകുമ്പോഴത്തേനും കുറച്ച് ദൂരമുണ്ട് മദ്രസയിലെത്താൻ. ചെറിയ ഒരു ഇടവഴിയുണ്ട്. ആ കുറുക്ക് വഴി കൂടെ കയറിയാൽ എളുപ്പം എത്തും. അപ്പം ഞങ്ങൾ ആ വഴി കൂടെയാണ് പോകുന്നത്. അതുമാത്രമല്ല, അതുവഴി പോകാൻ രണ്ടുപേർക്കും നല്ല ഇഷ്ടവും കൂടെയാണ്. കാരണം ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിലാണെങ്കിൽ കൊച്ചു കൊച്ചു മീനുകൾ കാണും. അപ്പം അത് കണ്ടുകൊണ്ട് പോകാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ നോട്ടം നോക്കി നടക്കുക. അവിടെ മീൻ പോയിട്ട് വെള്ളം പോലും ഇപ്പം അവിടെ ഇല്ല. അങ്ങനെ മുമ്പോട്ട് നടന്നു വന്ന് ഈ മീനെല്ലാം എവിടെ പോയി ഉമ്മച്ചി? ഇതെല്ലാം മണ്ണിനടിയിലാണോ പോകുന്നത്? മഴ സമയത്ത് മാത്രം ഇത് എവിടെ വരുന്നു? അതുവരെ ഇത് ഒളിച്ചിരിക്കുവാണോ അതോ ചത്തുപോവോ? എന്നാൽ ഈ മഴവെള്ളം വരുമ്പോൾ ഈ മീനെല്ലാം പെട്ടെന്ന് എങ്ങനെ വരുന്നെന്നുള്ള ഒരുപാട് സംശയങ്ങളും ചോദിച്ചുകൊണ്ട് എൻ്റെ പിറവേ വന്നു. അപ്പോഴും ഞാൻ അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ ഉത്തരങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് നടന്നു. കണ്ടോ, വെള്ളം ചെറുതായിട്ടൊക്കെ ഉള്ളൂ. സത്യമല്ല, ഈ മീനെല്ലാം എവിടെ പോകുന്നു? മഴ സമയമാകുമ്പോൾ എല്ലാം വരികയും ചെയ്യും. പിന്നെ മുമ്പോട്ട് നടന്നു വന്നപ്പോഴത്തേനും വാഴത്തോട്ടത്തിൽ അന്നൊരു തത്ത ഇരുന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ട് വരിക. അവിടെയായിരുന്നു തത്ത ഇരുന്നതെന്നൊക്കെ. ഈ വഴി വരാൻ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇത് തന്നെ. ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് റോഡിലൂടെ പോവുകയാണെങ്കിൽ വണ്ടികൾ വരുന്നുണ്ടോ എന്നുള്ള ഇതൊക്കെയുണ്ട്. ഇതാകുമ്പോൾ സമാധാനത്തിൽ ഇങ്ങനെ നടന്നു പോകാം. ഇവിടെ എത്തുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മൈബോസിൽ ആ സീനിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. അത് പറഞ്ഞ് നടക്കാനേ അവർക്ക് അറിയത്തുള്ളൂ. ഇവിടെ എത്തുമ്പോഴത്തേനും അത് എപ്പോഴും ഉള്ള കാര്യമാണ്. അത് പറയും. ഇന്ന് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് നടന്നു പോയി. എന്തായാലും അത് ഓർത്ത് പറയാറുണ്ട്. പിന്നെ മുമ്പോട്ട് നടക്കുമ്പോൾ നല്ല ഒരു തേരിയുണ്ട്. അതങ്ങ് മോള് വരെ കയറണം. അവിടെ എത്തുന്നത് അവർക്ക് എന്തോ ഒരു ഗെയിം കളിക്കുന്നത് കണക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവർ നല്ല സ്പീഡിനങ്ങ് നടന്നു പോവുക. അവർക്കാണെങ്കിൽ ഇതുപോലൊക്കെ നടക്കാൻ ഈ പ്രായത്തിൽ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ നടന്നു പോയി. ഞാൻ അവരുടെ പിറകെ ഇങ്ങനെ പയ്യെ പയ്യെ നടന്ന് അവിടെ കഴിയുമ്പോഴത്തേനും ഇതിനേക്കാളിലും വലിയൊരു സാഹസികമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കോ. അവർക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ കയറുന്നത് തന്നെ കേട്ടോ ഇഷ്ടം. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിന്നാൽ അവർ സമ്മതിക്കില്ല. തന്നെ കയറാമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കും. അങ്ങനെ എൻ്റെ അടുത്ത് സലാമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് അവർ മുമ്പോട്ട് നടന്നു. അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. 2-3 വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ മദ്രസയിൽ പെട്ടെന്ന് എത്താം. പക്ഷെ 2 ദിവസം അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുമ്പം എന്തോ ഒരു വിഷമം പോലെ. അപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തിയ വഴിയായത്. അതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമുണ്ട് ഇതുവഴി പോകാൻ. പിന്നെ അവർ രണ്ടുപേരും നടന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ 2 കസിൻ സിസ്റ്ററും ഇതുപോലെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് പണ്ട് പള്ളിയിലൊക്കെ.
അതുപോലെ വളർന്നു വരുമ്പോൾ ഇവർക്കും കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഫോൺ മാത്രം പോരല്ലോ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലും വേണ്ടേ. അത് മാത്രമല്ല, എൻ്റെ മോനൊരു പട്ടാളക്കാരനാവാനാണ് ഇഷ്ടം, എൻ്റെ സഹോദരനെ പോലെ. അതുകൊണ്ട് അവൻ ഇതൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കൂട്ടിന് പിന്നെ അനിയത്തിയും കൂടെ ഉള്ളത് കൊണ്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ടങ്ങ് പോകും. പിന്നെ ആ വളവ് കഴിഞ്ഞാൽ മദ്രസ എത്തി. അത് പിന്നെ അവിടെ എല്ലാം വീടുകളുണ്ട്, അതുകൊണ്ട് ആ ഒരു സമാധാനത്തിൽ ഞാനും നോക്കി നിന്നു. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.